ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ശലോമി ജേക്കബ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഒരു എയർലൈൻ സ്റ്റാഫായിരുന്നു ഞാൻ. അപ്പം ഞാനിപ്പം ഉള്ളത് യു കെയിലാണ്. സോ എനിക്ക് എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ, അതിൻ്റെ എക്സ്പീരിയൻസസ്, അതൊക്കെ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഒത്തിരി പിള്ളേർ ഈ എയർപോർട്ടുകളിലെ ജോലിക്ക് വേണ്ടി ഒത്തിരി കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം പല പിള്ളേർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് എന്നൊക്കെ. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഞാനിവിടെ വലിയൊരു ഫോർമാലിറ്റീസ് ഒന്നും വെച്ചല്ല സംസാരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ നാട്ടിലെ എന്താ പറയുക, ഞാൻ എപ്പോഴും അപ്പം അതെ പിന്നെ എന്നൊക്കെ ഞാൻ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ലാംഗ്വേജിൽ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത്. അത് ഞാൻ യൂസ്ഡ് ആയിട്ട് പോയ വേർഡ്സാണ്. സോ ക്ഷമിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഒരു എയർലൈൻ സ്റ്റാഫായിരുന്നു. അപ്പോൾ ഡൊമസ്റ്റിക് എയർലൈൻ ആയിരുന്നു അത്. ആക്ച്വലി എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി ഒരു 6 മന്തിനുള്ളിലായിരുന്നു ഞാൻ ഇതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഓപ്പോസിറ്റുള്ള ഫ്ലോറ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ നടന്ന സമയത്ത് അന്ന് ഞാനവിടെ എനിക്ക് 2018 ഞാനവിടെ ചെന്നപ്പോൾ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിന് മേളിലോട്ട് ഏജ്ഡ് ആയിട്ടുള്ള ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ആദ്യമേ കൊടുക്കേണ്ട ഒരു പ്രൊസീജിയർ, മീൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റെസ്യൂമ് വിത്ത് അറ്റാച്ച്ഡ് ഒരു ഫോട്ടോ കൊടുക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ റെസ്യൂമേൽ ഫോട്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അല്ലാതെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ഫോട്ടോ, ഒരു ഫോമൽ ഡ്രസ്സിലുള്ളൊരു ഫോട്ടോ നമുക്ക് ആ റെസ്യൂമിനോടൊപ്പം പിൻ ചെയ്ത് അവരുടെ കൊടുക്കുകയായിരുന്നു. അന്ന് ഏകദേശം ഒരു 2000-ത്തിനടുത്ത് കുട്ടികളുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഞാൻ വർക്ക് ചെയ്തത് ഇൻഡിഗോ എയർലൈൻസിലായിരുന്നു, ഡൊമസ്റ്റിക് എയർലൈൻസ് ആണ്. അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അത്യാവശ്യം ഡിപ്പാച്ചേഴ്സ് ഉള്ള ഒരു എയർലൈൻസ് തന്നെയാണത്. സോ ഞാൻ വന്ന ഉടൻ തന്നെ എൻ്റെ റെസ്യൂമും വിത്ത് അറ്റാച്ച്ഡ് എൻ്റെ ഫോട്ടോയും കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം അവർ ബാച്ചായിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇതായിട്ടായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിനകത്തൊരു 10 പിള്ളേർ കാണും, അല്ലെങ്കിൽ ഒരു 14 പിള്ളേർ കാണും, 12 പിള്ളേർ കാണും. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും ഫസ്റ്റ് എൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ GD ആയിരുന്നു. GD നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയും. GD ആയിരുന്നു. അപ്പം GDയിൽ എന്നോട് ഞാൻ കയറിയ ഗ്രൂപ്പിനകത്ത് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഉച്ചയാവാറായപ്പോഴാണ് അത്രയും കുട്ടികളുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഫ്ലോറ ഹോട്ടലിൻ്റെ പല റൂംസിൽ, ഓരോ സെഷനായിട്ടായിരുന്നു ഇതിങ്ങനെ GD നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കയറിയ GDയിൽ ഏകദേശം ഒരു 14 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി കയറി. ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു സ്റ്റാഫ്, ഒരു സാറ് കാണും അവിടെ. ഇൻഡിഗോയുടെ തന്നെ ഒരു മെയിനായിട്ടുള്ളൊരു എംപ്ലോയി കാണും. അപ്പോൾ ആൾ നമുക്കൊരു ടോപ്പിക് ഇട്ട് തരും. ആദ്യമേ ഞങ്ങൾക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു കോമൺ ടോപ്പിക്ക് തന്നു. ആ കോമൺ ടോപ്പിക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഒരു 10 മിനിറ്റ് സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ GDയിൽ ഞങ്ങൾക്ക് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ കയറിയ എൻ്റെ GDക്കകത്ത് ഞാൻ സംസാരിക്കേണ്ട, അതായത് ഞങ്ങൾക്ക് എല്ലാവരും കോമൺ ആയിട്ടുള്ള വന്നിട്ട് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക്
റോൾ മോഡലായിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ച് സംസാരിക്കുക. അതായിരുന്നു എൻ്റെ ജിഡിക്കകത്ത് എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നിർത്താതെ ഒരു 10 മിനിറ്റ് സംസാരിക്കുക. അത് ഒരിക്കലും നമ്മളുടെ ആ ഒരു റോൾ മോഡലിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ ഉപരി അവർക്ക് അറിയേണ്ടത് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയുണ്ട് എന്നതായിരുന്നു മെയിനായിട്ട് അവർ ആ ഒരു ജിഡിക്കകത്തൂടെ അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഒരു ടോപ്പിക്ക്, ഇതൊരു കോമൺ ടോപ്പിക്കല്ല. അവിടെ നടന്നിരുന്ന പല റൂംസിലായിട്ട് നടന്ന ജി ഡിയുടെ ഡിസ്കഷനകത്ത് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിരുന്നു. ചിലവർക്ക് എഡ്യൂക്കേഷൻ, ചിലവർക്ക് എന്താ പറയുക, വുമൻസിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അതുപോലെ തന്നെ ഡൗറി, അങ്ങനെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് കാണും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ഇത് റോൾ മോഡലിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ സംസാരിക്കേണ്ട വരുന്ന സമയത്ത് ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ, നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് തന്നെ ഇപ്പോൾ റോൾ മോഡലാണെങ്കിൽ നമ്മൾ ആ റോൾ മോഡൽ നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റും. കാര്യം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ. എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് എൻ്റെ ആ പ്രസൻറ്റ്, എനിക്ക് ഏകദേശം 21ാമത്തെ വയസ്സിലാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പോൾ ആ എൻ്റെ 21ാമത്തെ ടിൽ 21 ഇയേഴ്സ് വരെ എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ കുറേ കാര്യങ്ങൾ കാണും, കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണും അല്ലേ. അപ്പോൾ അതായിരുന്നു ഞാൻ റോൾ മോഡലായിട്ട് എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. 10 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കിനും അവർ പറയും ഓക്കെ ഇനഫ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് കിടക്കുകയാണ്. അപ്പം 14 പേരുടെയും ഗ്രൂപ്പ് ഡിസ്കഷൻ കംപ്ലീറ്റ് ആയപ്പോൾ സാർ ഞങ്ങളോട് പറഞ്ഞു ഓക്കെ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ 14 പേരിൽ നിന്ന് ഞാനും വേറെ 2 കുട്ടികളും ഞങ്ങൾ 3 പേരെയാണ് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തത്. ആ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് അവിടുത്തെ ഒരു APMO ആയിട്ട് സംസാരിക്കണം, അതായത് എയർപോർട്ട് മാനേജറുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് എനിക്ക് സംസാരിക്കുന്നതിന് എൻ്റെ റെസ്യൂം വെച്ചിട്ട് ആ റെസ്യൂമിനകത്ത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്നോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ ഹോബീസ്, അല്ലെങ്കിൽ എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷന്, പിന്നെ ബേസിക്കായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് എന്ത് ബേസിലാണ് നമ്മൾ എന്താ പറയുക ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം, അങ്ങനെ നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം 3rd റൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നത് അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ 3ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ ജോബിനകത്ത് ഞാൻ ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് അത്രയേ ഉള്ളായിരുന്നു. ബാക്കിയുള്ളത് വിതിൻ 1 മന്തിനുള്ളിൽ മെയിൽ ത്രൂ അറിയിക്കും എന്നുള്ള രീതിയിലായിരുന്നു. എനിക്ക് എൻ്റെ 3rd റൗണ്ടിനകത്ത് വന്ന സാറുമായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക്, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏകദേശം രാവിലെ വന്നതായിരുന്നു ഫ്ലോറ ഹോട്ടലിൽ. അന്ന് ഞാൻ ഒരു 7 മണിയെങ്കിലും ആവാറായിട്ടുണ്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അത്രയും ഒരു നീണ്ട 2000 പിള്ളേരോളം ഉണ്ടായിരുന്നു. പിന്നെ GD കഴിയാൻ താമസം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 7 മണി കഴിയാറായപ്പോഴത്തേക്കിനായിരുന്നു. അത് ഡിപ്പെൻസ് വരുന്ന കുട്ടികളെ അനുസരിച്ചിരിക്കും കേട്ടോ, അവർക്ക് തീർക്കുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ രാവിലെ അവർ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ചെല്ലാൻ ശ്രമിക്കുക. കാരണം അവർ റെസ്യൂം കളക്ട് ചെയ്യുന്നതിനൊരു ഫിക്സഡ് ടൈം വെച്ചിട്ടുണ്ട്. ആ ഫിക്സഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ റെസ്യൂം കളക്ട് പിന്നെ ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക അന്നത്തെ ആ ഒരു പരിപാടികളൊക്കെ നടന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പോയി. എനിക്ക് വിതിൻ 1 മന്തിനുള്ളിൽ എനിക്ക് എൻ്റെ റിസൾട്ട്, അതായത് എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് മെയിലിൽ വന്നു. കൺഗ്രാജുലേഷൻ, നിങ്ങൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വരുമായിരുന്നു. ആ ഓഫർ ലെറ്ററിനകത്ത് എനിക്ക് വിത്ത് ഒരു ആപ്ലിക്കേഷൻ ഫോം കൂടെ ഉണ്ടായിരുന്നു. ആ ഫോം എനിക്ക് ഫില്ല് ചെയ്യേണ്ടത് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എൻ്റെ ക്വാളിഫിക്കേഷൻസ്, അത് കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മെഡിക്കൽ എടുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ സെം മാർക്ക് ഷീറ്റ്സും ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻസും ഒക്കെ വെച്ചിട്ട് ഇതിന് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ഡിഗ്രി ആയിരുന്നു കേട്ടോ. പിന്നെ അവർ ബാക്കിയുള്ള പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്യുക. പേപ്പർ വർക്കിന് വേണ്ടി കുറേ ഞാൻ ഓടിയായിരുന്നു.
അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 15 ദിവസം എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇൻഡിഗോയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. ഡൽഹി ഗുർഗോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത്. ഹെഡ് ഓഫീസിൽ എനിക്ക് 15 ഡേയ്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 എക്സാംസ് എനിക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു അവിടെ ചെന്നതിന് ശേഷം. വെറുതെ നമ്മളവിടെ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക ചുമ്മാ അല്ലായിരുന്നു. അവിടെ ഡൽഹി എയർപോർട്ടിൽ വിസിറ്റ് ഉണ്ടായിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു മെയിൻ ടാസ്ക് എന്ന് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് തന്നെ. ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് 3 എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഒന്ന് ആഫ്സെക് എക്സാമാണ്, ആഫ്സെക്. അതുപോലെ തന്നെ രണ്ടാമത്തത് റാമ്പ് RAMP റാമ്പിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ DGR ഡേഞ്ചറസ് ഗുഡ്സ്. അങ്ങനെ 3 എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അത് 3നും പാസ് മാർക്ക് ഉണ്ടായിരുന്നു. ആ പാസ് മാർക്ക് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ജോബിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ആ 3 എക്സാംസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. ആ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് അവർ ചുമ്മാ ഒന്നുമല്ല, നമുക്കത് ആ 15 ഡേയ്സ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലാസ് എടുക്കും. ഈ 3 ടോപ്പിക്കിനെ കുറിച്ചിട്ടും കുറേ പഠിക്കാനുണ്ട്. നമുക്ക് അവിടുത്തെ ഓരോ ട്യൂട്ടേഴ്സും നമുക്ക് ക്ലാസ് എടുത്ത് തരും. റാമ്പ്, DGR, അതുപോലെ തന്നെ ആഫ്സെക്കാണ് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ അത് 3ഉം ഞാൻ പാസ്സായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ 15 ഡേയ്സ് കംപ്ലീറ്റ് ആയി. ഞാൻ നാട്ടിലേക്ക് പോരുമായിരുന്നു. നാട്ടിലേക്ക് പോന്നിട്ട് ഒരു 1 വീക്ക് എനിക്ക് ബ്രേക്ക് കിട്ടി. ആ 1 വീക്ക് ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഐശ്വര്യമായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു. അവിടെ ഞാൻ ഫുൾ കംപ്ലീറ്റ് കുറച്ച് ഇയേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ എന്താ പറയുക, ഫ്ലൈറ്റ്സിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഞാൻ ഒരു എക്സാം ബേസ് ചെയ്തിട്ട് എനിക്ക് അതിലൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ ഏതൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമാണല്ലേ. അതുപോലെ തന്നെ ഒത്തിരി പിള്ളേരുടെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്രൂ ആവാൻ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ക്യാബിൻ ക്രൂ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ഹോസ്റ്റസിൻ്റെ കോഴ്സ് പ്രത്യേകമായിട്ട് പഠിക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് അതിനു വേണ്ടി. നമ്മൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആ കോഴ്സിനെ കുറിച്ച് പഠിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പം നമ്മൾ വെൽ നോളജ്ഡ് ആവുകയാണ് അല്ലേ. സോ നമ്മൾ കോഴ്സ് എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എയർ ഹോസ്റ്റസ് ആവാൻ അല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി മിനിമം ഒരു ക്വാളിഫിക്കേഷൻ +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി. അല്ലാതെ അതിന് വലിയ ഡിഗ്രിയോ PGയോ ഒന്നും വേണ്ട. പിന്നെ നമ്മളുടെ കയ്യിൽ ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കുഴപ്പമില്ല, നമുക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുന്ന ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എയർപോർട്ട് ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ UK എൻ്റെ ജോബ് ബേസിൽ വന്നതാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ലൈഫിൽ എല്ലാ ഒരു ഫീൽഡിലും ഒരു എക്സ്പീരിയൻസ് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതുപോലൊക്കെ തന്നെയാണ് എല്ലാ എയർലൈൻസിൻ്റെയും ഇൻ്റർവ്യൂസ്. പിന്നെ ഇൻ്റർനാഷണൽ എയർലൈൻസിനായാലും മറ്റ് ഡൊമസ്റ്റിക് എയർലൈൻസിനും പിന്നെ അവരുടെ ഒരു പ്രൊസീജിയേഴ്സിനകത്ത് ഒത്തിരി വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ ഇൻഡിഗോ എയർലൈൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ശരിക്കും ഞാൻ ക്യാബിൻ ക്രൂ അല്ലായിരുന്നു, ഞാൻ അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു. അപ്പം ഞാൻ ശരിക്കും എനിക്ക് റാമ്പ്, അതുപോലെ തന്നെ ആഫ്സെക്ക്, DGR ഈ എക്സാംസ് എല്ലാം പാസ്സായി ഞാനിവിടെ ജോയിൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റാമ്പിലായിരുന്നു എൻ്റെ ജോബ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ആ ജോബിൽ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഫ്സെക്ക് പാസ്സാവണം. അതുപോലെ തന്നെ ഇതിന് എക്സ്പയറി ഉണ്ട്, ഈ സർട്ടിഫിക്കറ്റ്സിനൊക്കെ എക്സ്പയറി ഉണ്ട്. ആഫ്സെക്ക് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 2 ഇയർ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ആ ഒരു 2 ഇയർ ടൈമിൽ നമുക്ക് മാക്സിമം എന്താ പറയുക, നമുക്ക് അതിനൊരു എക്സ്പയറി ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് നമ്മുടെ ആഫ്സെക്ക് അടുത്ത എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഇയർ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എയർലൈൻസിൽ നിന്ന് തന്നെ നമ്മളെ ഹെഡ് ഓഫീസിലേക്ക് വിടും. എവിടെയാണോ, ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ, ഡൽഹി ആണെങ്കിൽ ഡൽഹി, അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഐഫ്ലൈ എന്നാണ് ഇൻഡിഗോയുടെ ഹെഡ് ഓഫീസിൻ്റെ പേര്, ഐഫ്ലൈ. അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കിനും നമ്മൾ ഗ്രൗണ്ട് സ്റ്റാഫ്സിന് മാത്രമല്ല അവിടെ ട്രെയിനിങ് ഉള്ളത്, ക്യാബിൻ ക്രൂസിനും പൈലറ്റ്സും എല്ലാവരും ഉണ്ട്.
അതുപോലെ തന്നെ അവിടുത്തെ അക്കോമഡേഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി അക്കോമഡേഷൻ ആയിരുന്നു. കാരണം ഞങ്ങൾ ആ 15 ഡേയ്സും നിന്നപ്പം നല്ല ഫുഡായാലും അക്കോമഡേഷൻ ആണെങ്കിലും എല്ലാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു അവിടെ. ഞങ്ങൾക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫോമൽ ഡ്രസ്സിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സിൽ 15 ഡേയ്സും പോകേണ്ടത് കേട്ടോ. ഒന്നെങ്കിൽ സ്കേർട്ട്, ഷർട്ട്, അതുപോലെ തന്നെ മുടി ഗ്രൂംഡ് ആയിട്ടായിരിക്കും നമ്മൾ പോകേണ്ടത്. മുടി ഒക്കെ നമ്മൾ നന്നായിട്ട് പുറകിൽ ബൺ ചെയ്ത് കെട്ടി, അതുപോലെ തന്നെ സ്കിന്നി സോക്സ് ഒക്കെ എന്താ പറയുക, വെൽ ഗ്രൂംഡ് ആയിട്ടായിരുന്നു നമ്മൾ പോകേണ്ടത്. അങ്ങനെയൊക്കെ ആയിരുന്നു. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു എല്ലാം കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോലും ഒത്തിരി നല്ല നമുക്ക് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവ് ഇതും നമുക്ക് പറയാൻ പറ്റും. എങ്കിൽ പോലും കൂടുതലും പോസിറ്റീവായിരുന്നു. മീൻസ് കൂടുതലും നമ്മൾ എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു ജോബാണ് അല്ലേ എയർപോർട്ട് ജോബ്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അകത്തുനിന്ന് കയറുക, ഫ്ലൈറ്റിൽ നിന്ന് ജോബ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് UK വരുന്നതിന് മുമ്പ് വരെ എനിക്കത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഒരു ആസ് എ ഗ്രൗണ്ട് സ്റ്റാഫ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓരോ എയർലൈൻസിലും ഓരോ സ്റ്റാഫിനും അവരുടേത് എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ഒരു ഇതായിരിക്കും അവർക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്കും ഒരു ഗ്രൗണ്ട് സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ആയിട്ടോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂവിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഫ്രം ഷലോമി ജേക്കബ്. താങ്ക് യു.